ഹലോ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. തിരുവനന്തപുരം സ്വദേശികളായ നഴ്സിംഗ് ഉദ്യോഗാർത്ഥികൾക്കായി ഒരു സന്തോഷ വാർത്തയുമായാണ് എജ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. അതെ, നിങ്ങളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ച് തിരുവനന്തപുരത്ത് ഓഫ്ലൈൻ ക്ലാസുകൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. വരുന്ന കേരള PSCയുടെ DME സ്റ്റാഫ് നോസ് എക്സാം ഫോക്കസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനും അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുമാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ കേരളത്തിൽ ആദ്യമായി ഹൈബ്രിഡ് ക്ലാസ് എന്ന ഒരു ആശയം അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ എജ്യൂസ് അക്കാഡമി നിങ്ങൾക്കായി ചെയ്യുന്നത്. എന്താണ് ഹൈബ്രിഡ് ക്ലാസ്? അതായത് ഓഫ്ലൈൻ ക്ലാസ് ഫുൾ ടോപ്പിക് കവർ ചെയ്തുകൊണ്ടുള്ള ഓഫ്ലൈൻ ക്ലാസ്സസും അതിനോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസിന്റെ മനോഹാരിത നഷ്ടപ്പെടാതിരിക്കാനായി ഓൺലൈൻ ക്ലാസ്സസിന്റെ ഫുൾ ആക്സസും ഞങ്ങൾ നിങ്ങൾക്കായി തരികയാണ്. നമുക്ക് ഹൈബ്രിഡ് ക്ലാസ്സസിന്റെയും അതായത് ഓൺലൈൻ ക്ലാസ്സസിന്റെയും ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കായി ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഒന്നാമതായി സിലബസ് വൈസ് ഫുൾ ടോപ്പിക് കവറേജ്, അതായത് കേരള PSCയുടെ DME സ്റ്റാഫ് നോസ് എക്സാമിന്റെ സിലബസ് പ്രകാരം എല്ലാ ടോപ്പിക്കും വളരെ ഡീറ്റെയിൽ ആയി കവർ ചെയ്യുന്നതായിരിക്കും. രണ്ടാമതായി വീക്ക്ലി OMR ബേസ്ഡ് ടെസ്റ്റ്, അതായത് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക്ക് അതിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുകൂടാതെ തന്നെ PSC നിരന്തരം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തി ഡീറ്റെയിൽ ആയി ഒരു OMR ബേസ്ഡ് ടെസ്റ്റ് ഞങ്ങൾ നിങ്ങൾക്കായി ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നടത്തുന്നതായിരിക്കും. അത് മാത്രമല്ല പീരിയോഡിക് ആയുള്ള റിവിഷൻ, അതായത് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് അത് ഒന്നും മറന്നു പോകാതിരിക്കാനായി പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസും ഞങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൺലൈൻ ക്ലാസ്സസിന്റെ ഫുൾ ആക്സസും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 3000 രൂപ വില വരുന്ന റാങ്ക് ബൂസ്റ്റർ പാക്കിന്റെ ആക്സസും ഓൺലൈൻ ആപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്താണ് ഈ റാങ്ക് ബൂസ്റ്റർ പാക്ക് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ? അതായത് ഈ പേര് ഉദ്ദേശിച്ചിരിക്കുന്നത് പോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് മുന്നിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെസ്റ്റ് സീരീസുകളാണ്. അതായത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് തീരാൻ കഴിയാത്ത അത്ര എണ്ണത്തിലുള്ള അൺലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ആ ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനും ആൻസറും പറഞ്ഞു പോവല്ല, റാഷണൽ വെച്ചിട്ട് അതെങ്ങനെയാണ് അതിന്റെ ആൻസർ ആയത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ഒരു 6 മൊഡ്യൂൾസ് ആയിട്ടാണ് നിങ്ങൾക്കായി പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഓരോ സബ്ജക്ട് വൈസ് നിങ്ങളുടെ കൈകളിലേക്ക് വളരെ മനോഹരമായിട്ടുള്ള മൊഡ്യൂൾസ് നിങ്ങളുടെ കയ്യിലെത്തും. അത് മാത്രമല്ല ഓരോ മൊഡ്യൂൾസും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആകുമ്പോൾ അവിടെയും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് മാത്രമല്ല ഗോൾഡൻ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിലും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ഫയൽ ആയിട്ട് തരിക. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലെ, നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന താല്പര്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും എവിടെ ആയിരിക്കും ആ ക്ലാസ് അല്ലെ? സോ അത് തിരുവനന്തപുരത്താണ് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തമ്പാനൂര് ബസ് സ്റ്റാൻഡിന് അടുത്തായിരിക്കും ഞങ്ങളുടെ ക്ലാസിന്റെ ലൊക്കേഷൻ. അപ്പോൾ എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എല്ലാവരും ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഞങ്ങളുടെ എജ്യൂസ് സ്റ്റഡി പ്ലാൻ, എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റഡി പ്ലാൻ എന്താണ് എന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോകാം. അതായത് നമ്മൾ ഇതിനെ കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെട്ടു പോകാം. ഇതാണ് നമ്മുടെ എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റഡി പ്ലാൻ. സോ ഇതില് നിങ്ങളുടെ നമ്മുടെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഈ സ്റ്റഡി പ്ലാനർ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് സപ്പോസ്
ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ആണെങ്കിൽ അതിന്റെ സബ്ജക്ട് എഴുതി പോകാം. ദെൻ നിങ്ങളുടെ പേര് എഴുതാം, നിങ്ങളുടെ ബാച്ച്, ഓക്കെ, DME ബാച്ച് 1 ആണോ 2 ആണോ 3 ആണോ ആ ബാച്ച് നമ്പർ എഴുതാം. അതുകൂടാതെ തന്നെ ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ടോപ്പിക്, ഓക്കെ, ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ടോപ്പിക് നിങ്ങൾക്ക് ഇവിടെ ടോപ്പിക് എഴുതി പോകാം. സപ്പോസ് വൈറ്റൽ സയൻസ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ വൈറ്റൽ സയൻസ് എഴുതി പോകാം. അത് കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് ഇവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവിടെ തീർന്നിട്ടില്ല, റിവൈസ് ചെയ്യുക. ഈ റിവിഷൻസ് ഞങ്ങൾ, അതായത് ഒരു ടോപ്പിക്ക് മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഡേറ്റ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൽ എഴുതി പോകാം. സോ ആ രീതിയിൽ ഓരോ ടോപ്പിക്സും നിങ്ങൾക്ക് മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്ത് പോകാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പീരിയോഡിക് ആയിട്ടുള്ള എക്സാംസ്, ഓക്കെ, പീരിയോഡിക് ആയിട്ടുള്ള എക്സാംസ് ഞങ്ങളുടെ അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് നടത്തുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിന്റെയും ഈ എക്സാം ഇവാലുവേഷൻ ഫോമിന്റെയും ഫോമാറ്റ് ഞങ്ങൾ നൽകുന്നതായിരിക്കും. അതിൽ പീരിയോഡിക് ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിന്റെ സ്കോർ, അതായത് PSC മോഡലിൽ തന്നെ നിങ്ങൾ OMR ബേസ്ഡ് ആയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് അതിന്റെ മാർക്സ് എൻറ്റർ ചെയ്ത് പോകുന്നതായിരിക്കും. സോ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ പ്രോഗ്രസ്, ഓക്കെ, നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് മനസ്സിലാക്കാം, അല്ലെ? സോ നിങ്ങളുടെ പ്രോഗ്രസ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള എക്സാം ഇവാലുവേറ്റ് ഷീറ്റ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ വീക്ക്ലി ടെസ്റ്റ്, നിങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് കവർ ചെയ്ത ടോപ്പിക്കിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQസും അതുകൂടാതെ തന്നെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ആ കവർ ചെയ്ത ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും നമ്മൾ OMR ബേസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം നടത്തുന്നതായിരിക്കും. സോ ആ മാർക്സ് നിങ്ങൾക്ക് ഇവിടെ എൻറ്റർ ചെയ്ത് പോകാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, സോ അത് കഴിഞ്ഞ് പിന്നെ അതായത് നിങ്ങളുടെ എജ്യൂസ് അക്കാഡമിയുടെ സ്റ്റഡി പ്ലാൻ എന്താണ് എന്നാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് പീരിയോഡിക് റിവിഷൻ, ഓക്കെ, പീരിയോഡിക് ആയിട്ടുള്ള റിവിഷൻസ് ഉണ്ടാകും. അത് മാത്രമല്ല ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ വളരെ പ്രോബബിൾ ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും അതുകൂടാതെ തന്നെ കേരള PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും ഞങ്ങൾ നിങ്ങൾക്ക് നടത്തുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വീക്ക്ലി എക്സാം സീരീസ്, കഴിഞ്ഞ ടോപ്പിക് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ പഠിച്ച ടോപ്പിക്സിൽ നിന്നുള്ള എക്സാംസ് ഒരു സീരീസ് ആയിട്ട് ഞങ്ങൾ നടത്തുന്നതായിരിക്കും. കൂടാതെ തന്നെ ഞങ്ങളുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും ഞങ്ങൾ മെന്റേഴ്സിനെ അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, മെന്റേഴ്സിനെ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അവർ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും, അതായത് നിങ്ങളുടെ എക്സാം വരെയുള്ള എന്ത് ഹെൽപ്പിനും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, സോ അതുകൂടാതെ തന്നെ ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കായി ഒരു റാങ്ക് ബൂസ്റ്റർ പാക്ക് നൽകുന്നതായിരിക്കും. അതുകൂടാതെ റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആ യൂണിറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്കുണ്ടാകും. അതുകൂടാതെ തന്നെ ആ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള MCQ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആൻഡ് റാഷണൽ, ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിന്റെ ആൻസേഴ്സ് ഉണ്ടാകും, അതിന്റെ റാഷണൽസ് ഉണ്ടാകും. അതുകൂടാതെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിന്റെ നോർമൽ വാല്യൂസ്, തെറാപ്യൂട്ടിക് പൊസിഷൻ, തെറാപ്യൂട്ടിക് ഡയറ്റ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഈ റാങ്ക് ഫയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും നൽകുക. അതുകൂടാതെ തന്നെ ഞങ്ങൾ ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് ഡിസ്കഷൻ അബൌട്ട് 100 റാങ്ക് ഡിസൈഡിങ് ഏരിയാസ്. ഓക്കെ, അതായത് നമ്മൾ ഏത് ഒരു സിലബസ് എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെ? സോ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സാധാരണ സ്റ്റുഡൻസിന് അത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടാകും. സോ ആ ഒരു ചാൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇതിൽ നിന്നുള്ള, അതായത് ഈ റാങ്ക് ഡിസൈഡിങ് ഏരിയാസിൽ നിന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാവുന്ന രീതിയിലുള്ള ഡിസ്കഷൻസും ഞങ്ങൾ നടത്തുന്നതായിരിക്കും. അതായത് ഞങ്ങൾ ഏകദേശം ഒരു നല്ലൊരു എക്സ്റ്റെൻസീവ് സ്റ്റഡി നടത്തിയിട്ട് 100 റാങ്ക് ഡിസൈഡിങ് ഏരിയാസ് ഞങ്ങൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റാങ്ക് ഡിസൈഡിങ് ഏരിയാസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ എജ്യൂസ് അക്കാഡമി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്റ്റഡി പ്ലാൻ. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായി നിങ്ങൾക്ക് എജ്യൂസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കണം എന്ന് താല്പര്യം തോന്നുകയാണെങ്കിൽ
ഉറപ്പായും ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. സോ സി യു ഓൾ ഇൻ ആർ ഓഫ്ലൈൻ സ്റ്റഡി ക്ലാസ്. ഓക്കെ, ബൈ.